ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതേ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണിച്ചിട്ടുണ്ടായിരുന്നു. ഷീനെ വിളിച്ച് പള്ളിക്ക് സമയമായി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒന്ന് ബെഡ്റൂമെല്ലാം ഒന്ന് ഫുള്ളായിട്ട് സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് താഴെ പോയിട്ട് പിന്നെ എനിക്ക് മേലൊക്കെ കയറാൻ ഭയങ്കര പനാന്ന്. സോ ഫസ്റ്റ് തന്നെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് താഴേക്ക് പോകുന്നത്. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം മൊത്തത്തിൽ ചേഞ്ച് ആക്കണം. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റെല്ലാം ചേഞ്ച് ആക്കുന്നുണ്ട്. ഞാൻ മീഷോന്ന് 2 ബെഡ്ഷീറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ കിട്ടിയിട്ട ഡേറ്റെല്ലാം കഴിഞ്ഞ്. ആ ഒരു ഡെലിവറി പാർട്ട്ണർ ഭയങ്കര ഡിലേ ആക്കുന്നെന്ന് തോന്നുന്നു. എൻ്റെ ഒരു 4-5 ഐറ്റം ആ ഒരു ഡെലിവറിയിൽ നിന്ന് എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ട ഇതിന് ഓർഡർ ആക്കിയത്. പിന്നെ പെട്ടെന്ന് ഒന്ന് റെഡി ആകുന്നുണ്ട്. ഭയങ്കര ഹറിബറിയായി ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാം ചെയ്യണമെന്നുണ്ടായിരുന്നുണ്ട്. പക്ഷേ എല്ലാം പെട്ടെന്നായി. അങ്ങനെ ഞാൻ മേലെ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഷസ്ലാൻ ഇന്ന് ഭയങ്കര മൂഡ് ഓഫിലാണ് ചെയ്യുന്നത്. ഭയങ്കര കരച്ചിലുണ്ടായിന്. അവൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് ഇന്നത്തെ പെരുന്നാളിൻ്റെ കഥ കഴിഞ്ഞാന്ന്. ഓരോരുക്കും നല്ല മൂഡുണ്ടാവും, ഓരോരുക്കും സഹിക്കാൻ പറ്റാത്ത മൂഡുണ്ടാവും. അങ്ങനെ ഓനൊന്ന് ഞാൻ സെറ്റപ്പെല്ലാം ആക്കുന്നുണ്ട്. മിക്കിനെ കാണുമ്പോഴേക്ക് എനിക്ക് കുറച്ചെല്ലാം ശരിയായി. പിന്നെ ശരിയായിക്കൊണ്ട് വന്ന് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിന്. ഞാൻ കുളിച്ചിട്ടുള്ള റെഡിയായി ആ ടൈമിലേക്ക്. എന്നിട്ട് പള്ളിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞ് ഷസ്ലാന് ഡ്രസ്സാക്കുമെന്ന്. അങ്ങനെ ഞാൻ മേലേക്ക് വന്നിട്ട് ഷസ്ലാന് ഡ്രസ്സാക്കുന്നുണ്ട്. ഓന് ഫുൾ ടൈം ഫോണിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇത് ഷെയ്നോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം തന്നെ ഇത് ഇടിക്കണമെന്ന്. ഇത് ഇട്ടിച്ചെങ്കിൽ ഓന് അപ്പം തന്നെ അതിൻ്റെ പണിയെല്ലാം കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓനിക്കൊരു ടീഷർട്ടും ഷോർട്ട്സും ഇട്ട് കൊടുത്ത്, അതും എല്ലാം ഉണ്ട്. ഇനി മുന്നേ ഔട്ട്ഫിറ്റ് ഇതാണ്, അല്ലേ ഇത് ഔട്ട്ഫിറ്റ് തന്നെ. പക്ഷെ ഇതാണ് എനിക്ക് വേറെ ആക്കുന്നുള്ളത്. ഇപ്പം അവിടെ ചോക്ലേറ്റ് എല്ലാം ഉണ്ടതിനാൽ ഞാൻ ഇപ്പം അത് ഇട്ടിട്ട് അയച്ചിന്. അത് പുതിയ തന്നെ. ബയ്യ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം ഇത് എടുത്തിട്ടിടാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ കഥയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. സോ ബാക്കിയെല്ലാം കാണിച്ചു തരാം. താഴെ ഭയങ്കര കരച്ചിലുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. ഇല്ലെങ്കിൽ എനിക്കിന്ന് ടൈമിംഗ് എല്ലാം തെറ്റിയതുകൊണ്ട് എനിക്കിന്നൊന്നും ശരിയില്ല. എന്നർക്ക് ഞാൻ പോന്നു എന്ന് പറയുന്നത്. പിന്നെ ഉപ്പ പെരുന്നാൾ പൈസ എല്ലാം കൊടുത്ത് ഒട്ടും ശരിയില്ല എനിക്ക്. അങ്ങനെ ഞാൻ റെഡി ആയിട്ടായി ടൈം ആകുമ്പോഴേക്ക് ഞാനവിടെ ഇരുന്നിട്ടുണ്ടായിന്. പിന്നെ കിച്ചണിൽ ഫ്രൈ ആക്കാനെല്ലാം ഉണ്ടായിന്. അപ്പം ഉമ്മനെ കുറച്ച് ഹെൽപ്പാക്കി. ഇത് എണ്ണൻ്റെ അടുത്ത് ഫസ്റ്റ് ഒന്നും എനിക്ക് എണ്ണിൻ്റെ സ്മെല്ല് ശരിയാണുണ്ടായിട്ടാ. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം സെറ്റായി. എൻ്റെ മേക്കപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഡ്രസ്സ് വെയർ ആക്കാനുള്ളത്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ലിപ്സ്റ്റിക് ബാക്കിയുണ്ട്. സോ ഗൈസ്, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ആ ഈദ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. This is my Eid outfit and Eid look. Ayo black adcha. How is it, guys? I'm not at all a hijab style person. Anki ingene chuttittu njan ingene verum. Appo adana ini gold ello onnu idanundu. Adella set aakanam. Ingenundu. And I'll show my son. This is my son's outfit. മാച്ച് ഒസ്വസ്ഥമായി ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഞാൻ താഴെ പോന്നു. ഇനി ഫോട്ടോ എടുത്തിട്ടായിട്ട് ഇനി എല്ലായിടത്തും പോകാനെല്ലാം ഉണ്ട്. പിന്നെ കുറേ എടുത്തല്ല, കുറച്ചിടത്ത് പോകണം. സോ ഇനി ഫസ്റ്റ് ഷെയറിൻ്റെ പേർക്ക് പോകാനുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് കസിൻസ് എല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവർക്കെല്ലാം ഒന്ന് ഈദ് സ്പെഷ്യൽ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ല അങ്ങനെ അധികമോ എന്തല്ലോ സ്നാക്സ്, കട്ട്ലേറ്റ്സ് അങ്ങനെയെല്ലാം ചെയ്യൽ. ഇതിൽ കുറച്ച് മാറ്റിപ്പൊടിച്ച് ഇതാകുമ്പോഴേക്ക് എല്ലാവരും നേരെ കഴിക്കോ, പിള്ളേർക്കെല്ലാം നല്ല മജ ഉണ്ടാവും. ഇങ്ങനെ വേഫേഴ്സ്, മാഷ്മെല്ലോ, ബ്രൗണി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് 3 തമ്മിൽ നല്ല പാങ്ങിലെ ചോക്ലേറ്റിൽ ഇട്ടിട്ട് ഡിപ്പാക്കിയിട്ട് കഴിക്കുന്നത് നല്ല ഉണ്ടായിന്. എല്ലാവർക്കും ഇഷ്ടമായിന്. അപ്പോൾ ഞാനും കൂടി ടേസ്റ്റ് ആക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നെല്ലാം നോക്കാൻ. ഇത് ബ്രൗണി എൻ്റെ ഫ്രണ്ടിന് തന്നെ ഒരു പേജിൽ നിന്ന് ഞാൻ ഓർഡർ ആക്കിയിട്ട് വാങ്ങിയത്.
നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ബ്രൗണി കഴിക്കുന്നത് തന്നെ. ബട്ട് എന്തോ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ആ ടേസ്റ്റ് ഉണ്ടായത് കാരണം ഞാൻ എഗെയിൻ വാങ്ങിയിട്ട് കഴിച്ചിന്. ഇത് നല്ല ഉണ്ടായിന്. അപ്പോൾ എൻ്റെ മോൻ എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല, തായെന്ന് ഉമ്മാത്താ പറഞ്ഞിട്ട്. അങ്ങനെ മോനെല്ലാം ഒന്ന് സെറ്റിലാക്കുന്നുണ്ട്. ഇനി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇനി ഇറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറേ ഫോട്ടോസൊന്നും എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടാണ്. ഷെയ്ൻ്റെ അവിടെ പോയിട്ട് എടുക്കാൻ വിചാരിച്ച്. പിന്നെ ഷെയ്ക്ക് ഫുഡെല്ലാം വിളുമ്പുന്നുണ്ട്, ഷെയ് ഫുഡ് കഴിക്കുന്നുണ്ട്. ബിരിയാണി, ചിക്കൻ ഫ്രൈ ആസ് യൂഷ്വൽ എല്ലായിടത്തും ഇതന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പുറത്തുനിന്ന് ഒരു 2-3 ഫോട്ടോ എടുക്കാൻ വിചാരിച്ച്. ഷെസ്ലാൻ പറയും തിരക്കിലുണ്ട്, വിയോ പോവാ പറഞ്ഞിട്ട് കാണിക്കുന്നെല്ലാം ഉണ്ട് കാറിന്. അങ്ങനെ ഞാനും ഷെയ്യും ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. ഷെസ്ലാന് തിരിഞ്ഞിരുന്ന് നിൽക്കുന്നത്, ഷെയറിനോട് എടുത്തോ നമുക്ക് പോവാ പറഞ്ഞിട്ട്. അങ്ങനെ ഒന്നെങ്കൊന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പെരുന്നാളിൻ്റെ ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ പോകുന്നത്. അങ്ങനെ ഷെയ്ൻ്റെ അവിടെ എത്തി. ഷെയ്ൻ്റെ അവിടെ ഞാൻ ഗ്രേപ്പ് ജ്യൂസ് എല്ലാം കുടിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ എന്നെ മാത്രമായിരിക്കും അധികം കാണിച്ചിട്ടുണ്ടാവും അത്ര. ബാക്കി എല്ലാവരും പെരുന്നാൾക്ക് ബിസി, പിന്നെ ക്യാമറയിൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ഉണ്ട്. സോ എല്ലാവരും പിടിച്ചിട്ട് ഇരുത്തുന്നില്ല വിചാരിച്ച്. ഓർക്ക് ഓരോതായ പ്രൈവസി ഉണ്ടാവുമല്ലോ. സോ അതുകൊണ്ട് ഞാൻ ആരും ഇൻക്ലൂഡ് ആക്കുന്നത് ഇല്ല. പിന്നെ ആടുന്ന് ഷെയ്ൻ്റെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഷെയ്ൻ്റെ അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. നല്ല ഇവിടെയും നല്ല ചിക്കൻ ബിരിയാണിയും 2 ടൈപ്പ് ഫ്രൈ ഉണ്ടായിന്, ഡ്രൈയും പിന്നെ നല്ല മസാല ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിന്, കുറേ ടൈം ഫോട്ടോ എടുക്കുന്നുണ്ടായിന്. പിന്നെ ഞാനൊരു സ്പെക്കെല്ലാം വെച്ച് നോക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്നല്ലോ. അങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേക്ക് ഞങ്ങളവിടെ വന്നിട്ടായിട്ട് ഇടുന്ന് നമ്മൾ പോയി ബാക്കി എല്ലായിടത്തേക്കും. അങ്ങനെ ഞാൻ കുറേ ഇടത്തേക്കൊന്ന് പോയിട്ടാണ്. ഷെയ്ൻ്റെ 2 ആൻറ്റീസിൻ്റെ അവിടെ മാത്രം പോയത്. നമുക്ക് ഇത് പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് ബിരിയാണി വീച്ചുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര മസ്ത്. അങ്ങനെ ഒരു പോകാനേ മൂടുണ്ടാകുന്നില്ല. പെരുന്നാൾക്ക് പോയിട്ടില്ല എന്നെ നിന്നിറാ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ എല്ലാമാണ് വിശേഷം. എന്താ ഷെയ്ൻ്റെ ഒരു ആൻറ്റീൻ്റെ അവിടെ പോയിട്ടാകുമ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത്, പിന്നെ ഒരു ആൻറ്റീൻ്റെ അവിടെ പോയിട്ടാകുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത്. അങ്ങനെ 2 ഇതായിട്ട് ഞാൻ കൂട്ടിയിട്ട് ഇതിലിട്ട് അങ്ങനെ ആയിട്ട് പൊരുക്കെത്തി ഫുഡ് കഴിച്ച് രാത്രിയായി. അപ്പോൾ ഞാനൊന്ന് എൻ്റെ മേക്കപ്പെല്ലാം റിമൂവ് ആക്കുന്നുണ്ട്. അന്നേരം ഒരു മോയ്സ്ചറൈസർ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കിന്നിനും വേണ്ടേ കുറച്ച് പാമ്പറിങ് എല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈദ് വിശേഷം. സോ ഗൈസ്, ഇന്നത്തെ ഈദ് വിശേഷം വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ കണ്ടൻ്റായിട്ട് ഞാൻ ഇനിയും വരും. ടിൽ ദെൻ ബൈ.